going to watch Madrasi. മദ്രാസി മൂവി കഴിഞ്ഞപ്പോൾ വിദ്യുത് ജമാൽ ഈ മൂവിയിൽ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യവൻ കയ്യിൽ തുപ്പാക്കി ഇരുന്നാലും ഞാൻ ദാ വില്ലേ. അതുപോലെ തന്നെയായിരുന്നു. അതായത് മെയിൻ ആക്ടർ ശിവകാർത്തികേയൻ ആണെങ്കിലും ദ വൺ ഹൂ നെയിൽഡ് ഇൻ ഇറ്റ് അത് വിദ്യുത് ജമാലാണ്. വിദ്യുത് ജമാലിന്റെ സെക്കൻഡ് ഹാഫ് ഒരു ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ഒരു സീക്രട്ട് പ്ലേസിൽ നിന്ന് മൂപ്പറാൾ രക്ഷപ്പെടുന്ന ഒരു സീനുണ്ട്. ദാറ്റ് വാസ് ടു ഗുഡ്. മൂപ്പറാളെ സ്ക്രീൻ പ്രസൻസ്, ആ ഒരു സ്വാഗ്, ആ ഒരു സ്റ്റൈൽ, ആ ഒരു ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക സീനായിരുന്നു ഈ കംപ്ലീറ്റ് മദ്രാസി മൂവിയിൽ. ശിവകാർത്തികേയൻ വാസ് ഓക്കെ, ബട്ട് സ്ക്രീൻ പ്രസൻസ് എനിക്ക് ഭയങ്കര സംഭവമായി തോന്നിയിട്ടില്ല. ശിവകാർത്തികേയൻ മൂപ്പറാൾ 100% കൊടുത്തിട്ടുണ്ടെങ്കിലും ചില സമയത്തൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. മാസ് ഡയലോഗ്, ഗൂസ് പംസ് ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര ലോ ഇമ്പാക്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവരുടെ ലവ് സ്റ്റോറി ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഇറ്റ് വാസ് ടു ഇറിറ്റേറ്റിംഗ് ആൻഡ് ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നിയത്. അനിരുദ്ധ് മ്യൂസിക് ഫസ്റ്റ് ഹാഫിൽ ഓൾമോസ്റ്റ് ഒരു 4-5 പാട്ടുണ്ട്, ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത പുവർ ക്വാളിറ്റി, കേൾക്കാനും വലിയ ഭംഗിയില്ലാത്ത ആദ്യത്തെ ഫസ്റ്റത്തെ ഒരു പാട്ടുണ്ട്, അതായത് സോളോ ശിവകാർത്തികേയൻ്റെ ഒരു സോങ്. അത് കഴിഞ്ഞൊരു 4 വരുന്നുണ്ട്, വിച്ച് വാസ് നോട്ട് അറ്റ് ഓൾ നീഡഡ് ഇൻ ദ മൂവി. പിന്നെ കേൾക്കാനും ഒരു സുഖമില്ല. ആദ്യമായിട്ടാണ് അനിരുദ്ധ് ശിവകാർത്തികേയൻ മൂവിയിൽ ഇത്രക്കും എന്താ പറയുക ലോ ക്വാളിറ്റി സോങ്സ് കിട്ടുന്നത്. ബിജു മേനോൻ ഉണ്ട്, പിന്നെ ഷബീർ ഉണ്ട്, നമ്മളെ കുറുപ്പിൽ അഭിനയിച്ച, പിന്നെ റുക്മിണിയാണ് നായിക. ഒരു ആവറേജ് ഫീൽ ആയിട്ടാണ് എനിക്ക് ഈ മൂവി തോന്നിയത്. ഓൾമോസ്റ്റ് AR മുരുകദോസിന്റെ ഒരു ടിപ്പിക്കൽ അതേ സെയിം ലെവൽ ഓഫ് മേക്കിംഗ് തന്നെ, നത്തിങ് ഗ്രേറ്റ്. ഓക്കെ ആണ് ഈ മൂവി എനിക്ക് തന്നത്. ദാറ്റ്സ് ഇറ്റ്. മദ്രാസി.